പോത്തൻ നമുക്കറിയാം, മിനിമം ഗ്യാരണ്ടി ഉള്ള മലയാളത്തിലെ സംവിധായകൻ. വ്യത്യസ്തമായ സിനിമ ഒരുപാട് സിനിമകൾ ചെയ്യാറില്ല, ചെയ്യുന്ന സിനിമകളെല്ലാം കിട്ടുന്ന സിനിമയാണ്. അത് ക്ലാസ് ആണെങ്കിലും അത് മാസ് പോലെ ഓടുന്ന സിനിമകൾ. നമുക്ക് തൊണ്ടിമൂലം, ദൃക്സാക്ഷിയും, മഹേഷിന്റെ പ്രതികാരം, ജോജി OTT വന്നതാണ്. ഇതെല്ലാം ഗംഭീര സിനിമകളാണ്, എക്കാലത്തെയും ക്ലാസിക്കുകൾ എന്നൊക്കെ പറയുന്ന. പത്മരാജൻ ഭരതനായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഈ കാലത്ത് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്നവർ, കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല സിനിമകൾ ചെയ്യുന്ന, ഒരുപാട് ചെയ്യാതെ റെയറായിട്ട് സിനിമ ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ചും ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കർ ടീം ഒന്നിക്കുമ്പം ഇതൊരു മാജിക് ഫ്രെയിമാണ്, മാജിക് കോമ്പിനേഷനാണ്. ഈ മാജിക് കോമ്പിനേഷനിൽ മോഹൻലാൽ കൂടെ വന്നാലോ, അതാണ് 2026 സംഭവിക്കുന്നത്. മോഹൻലാലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റായിട്ട് മാറുകയാണ്. 2026 പകുതിയോടുകൂടി തുടങ്ങുമെന്നാണ്. ഒരു ആക്ഷൻ, ഫാന്റസി, ഹ്യൂമർ മൂഡുള്ള ഒരു പടമാണെന്നാണ് പറയുന്നത്. എന്തായാലും മോഹൻലാലിന്റെ അഭിനയ പ്രാധാന്യവും മോഹൻലാലിനെ ആൾക്കാർ എങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും ഒക്കെ റെഡിയാക്കിയായിരിക്കും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കറൂടെ ഇത് റെഡിയാക്കി കൊണ്ടുവരുന്നത്. ഇതിൽ മോഹൻലാലിന്റെ ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രവും കാണാം. അടിപൊളി ഒരു സിനിമ ആയിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. 2026 മോഹൻലാലിന്റെ ഒരു സൂപ്പർ ഡ്യൂപ്പർ വർഷമായിരിക്കട്ടെ.